മണിക്കൂറിൽ 6,900,000 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത വസ്തു ശൂന്യാകാശത്തുണ്ട്. അതും നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. 2018 നാസ സ്പാർക്കർ സോളാർ പ്രോബ് എന്ന് പേരിട്ട ഒരു പേടകത്തെ സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വിക്ഷേപിക്കുന്നത്. സത്യത്തിൽ അതിനു മുൻപ് തന്നെ പല പേടകങ്ങളെയും നാസ സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ പ്രത്യേകതകൾ വളരെ ഡിഫറൻ്റ് ആണ്. മണിക്കൂറിൽ 6,92,000 കിലോമീറ്റർ എന്ന വേഗത സത്യത്തിൽ മനുഷ്യന് ഇന്നേ വരെ നിർമ്മിച്ചിട്ടുള്ള ഒരു വസ്തുവിന് കിട്ടുന്ന ഏറ്റവും കൂടിയ വേഗതയാണ് എന്ന് മാത്രമല്ല, ഇതേ പേടകമാണ് ഇതുവരെ സൂര്യന് ഏറ്റവും അരികിൽ പോയിരിക്കുന്ന മനുഷ്യനിർമ്മിത വസ്തു. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതും ഏറ്റവും കൂടുതൽ പഠിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഗോളമാണ് സൂര്യൻ. അതിനെക്കുറിച്ച് 2024 ഡിസംബർ 24 വളരെ അരികിൽ പോയി നിന്നതിന് ശേഷം ഡാറ്റകൾ സ്വീകരിക്കാനും നമ്മുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ പുറത്ത് യാതൊരു കുഴപ്പവുമില്ലാതെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനും മനുഷ്യന് സാധിച്ചു. സൂര്യൻ്റെ ഏറ്റവും അരികിലെന്ന് പറയുമ്പോൾ ഏകദേശം 60 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നുകൊണ്ടാണ് സൂര്യനെക്കുറിച്ച് പാർക്കർ സോളാർ പ്രോബ് പഠിച്ചത്. ഭൂമിയും സൂര്യനും തമ്മിൽ ഏകദേശം 15 കോടി കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് എന്ന യഥാർത്ഥ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേവലം വെറും 60 ലക്ഷം കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് സൂര്യനെ പഠിച്ച ഒരു പേടകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ആയിരക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടും ഇതുവരെ ഒരു വസ്തുവും അനുഭവിക്കാത്ത അത്രയധികം റേഡിയേഷൻ നിറഞ്ഞ ഈ യാത്ര ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ ഒരു സമ്പൂർണ്ണ ഏടാണ്. അതിനകത്തുള്ള ഉപകരണങ്ങൾക്കൊന്നും ഇത്രയും ചൂട് സഹിക്കാൻ പറ്റില്ല. അതെല്ലാം തന്നെ 30 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അതിനെ സഹായിക്കുന്ന ഒരു ചെറിയ ഫ്രണ്ട് കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങിൻ്റെ മുന്നിലാണ് ആയിരക്കണക്കിന് 10,000കണക്കിന് ഡിഗ്രി സെൽഷ്യസ് താപനില സഹിച്ചുകൊണ്ട് ഈ പേടകം ഭൂമിയിലേക്ക് നിരന്തരം സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ സാങ്കേതികവിദ്യ 21ാം നൂറ്റാണ്ടിൽ കൈവരിച്ച നേട്ടങ്ങളാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ഗവേഷകരുടെ സ്വപ്നത്തിന് ചിറക് വിരിപ്പിച്ചത്. സൂര്യൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രകാശഗോളം മാത്രമല്ല, അത് ഭൂമിയിലെ ജീവൻ്റെ അടിസ്ഥാനമാണ്. ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ലാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് മറ്റേത് പ്രപഞ്ചഗോളത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ള സൂര്യനെക്കുറിച്ച് നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് വിരോധാഭാസം. സൂര്യൻ്റെ അടിസ്ഥാനപരമായ പല പ്രതിഭാസങ്ങളെക്കുറിച്ചും ഇന്ന് നമുക്ക് അറിയില്ല. കാരണം അതിൻ്റെ ചൂടും അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ്. സൂര്യൻ്റെ ഉപരിതലമായിട്ടുള്ള ഫോട്ടോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 5,500 ഡിഗ്രി സെൽഷ്യസിൻ്റെ താപനിലയാണ് അനുഭവപ്പെടാറുള്ളത്. അത് വളരെ വലിയൊരു ചൂടാണ് അല്ലെന്നല്ല. പക്ഷേ അതിന് തൊട്ടു മുകളിലുള്ള കൊറോണ എന്നറിയപ്പെടുന്ന ഭാഗത്ത് താപനില ഏകദേശം 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ അകക്കാമ്പിനേക്കാളോ സർഫസിനേക്കാളോ ദൂരെയായിട്ടും എങ്ങനെയാണ് ഇത്രയധികം ചൂടുണ്ടാകുന്നത്? കൊറോണൽ ഹീറ്റിംഗ് പ്രോബ്ലം എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രതിഭാസം പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സൗരക്കാറ്റ്. സൂര്യനിൽ നിന്നും അതിവേഗത്തിൽ പുറത്തേക്ക് ഒഴുകുന്ന ചാർജുള്ള കണങ്ങളെയാണ് നമ്മൾ സൗരക്കാറ്റുകളെന്ന് പറയുന്നത്. എന്നാൽ ഈ കാറ്റിൻ്റെ ശക്തിക്ക് പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല. സൂര്യനിൽ നിന്ന് അകലേക്ക് പോകുന്തോറും ഈ കാറ്റിന് വേഗത കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഏറ്റവും പ്രധാനമായി ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിശക്തമായ ചാർജുകൾ വീശിയടിക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള കൊടുങ്കാറ്റുകൾ വലിയ രീതിയിൽ നമ്മുടെ സാറ്റലൈറ്റ് ആശയവിനിമയങ്ങളെ തടസ്സപ്പെടുത്താനും GPS സിഗ്നലുകളെ തകരാറിലാക്കാനും ഭാവിയിൽ നമ്മൾ ഗ്രഹാന്തര യാത്ര നടത്തുമ്പോൾ അതിനെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, ഭൂമിയിലുള്ള വൈദ്യുത ഗ്രിഡുകളെ വരെ തകരാറിലാക്കാൻ ശേഷിയുള്ളവയാണിവ. ഇത്തരം സൗരക്കാറ്റുകൾ വീശിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ മൂലമാണ് ഒറോറ എന്നറിയപ്പെടുന്ന ചില പ്രതിഭാസങ്ങൾ പോളാർ റീജിയനോട് ചേർന്ന ആകാശത്തും ചില സമയങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ലഡാക്ക് പ്രദേശത്തും കാണപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം സൗരക്കാറ്റുകളെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് പ്രവചിക്കുക എന്നുള്ളത് നമ്മുടെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. 1958 നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് സൂര്യൻ്റെ കൊറോണയെയും സൗരക്കാറ്റിനെയും അടുത്തറിയുന്നതിനായി ഒരു ദൗത്യം നിർദ്ദേശിച്ചു. പക്ഷേ അവിടെ ഒരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ബഹിരാകാശ ഗവേഷണ രംഗം പിച്ചവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സൂര്യനെ പോലെ ഇത്രയധികം ചൂടുള്ള ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് അയക്കാൻ കഴിയുന്ന ഒരു പേടകത്തെയും നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ഈവൻ ശുക്രനെ പോലെയുള്ള അതിശക്തമായ ചൂടുള്ള ഒരു ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന പേടകങ്ങൾ പോലും സുസ്ഥിരമായി ഉണ്ടാക്കാൻ അന്ന് കഴിയുമായിരുന്നില്ല. അതായത് ഇത്രയും ചൂടുള്ളൊരു ഗോളത്തിൻ്റെക്ക് അടുത്തേക്ക് പോകാനുള്ള ടെക്നോളജി ഇല്ല എന്ന പ്രശ്നം ഒരിടത്ത്. അതേസമയം ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി എന്തിനെടുക്കുന്നു എന്ന ചോദ്യം മറ്റൊരിടത്ത്. ഇത്തരം വെല്ലുവിളികൾ കൊണ്ട് സോളാർ പ്രോബ് എന്ന് പറയുന്ന ആശയം വെറും ചർച്ചകളിൽ മാത്രം ഒതുങ്ങി. എന്നാൽ കാലം മാറി. ടെക്നോളജികൾ പുതിയതായിട്ട് കണ്ടെത്താൻ തുടങ്ങി. പല മെറ്റീരിയലുകളെത്തി. 21ാം നൂറ്റാണ്ടിൽ മെറ്റീരിയൽ സയൻസിൻ്റെയും ബഹിരാകാശ പേടകങ്ങളുടെ രൂപകൽപ്പനയിലെ പുരോഗതികളും ഈ ദൗത്യം സാധിക്കും എന്ന് ഗവേഷകരെ മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചു.
2018 നാസ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചുകൊണ്ടാണ് 60 വർഷത്തിലധികമായിട്ടുള്ള സ്വപ്നത്തിന് ചിറക് നൽകുന്നത്. പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിരുന്നു അത്. സൗരക്കാറ്റിനെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ യൂജീൻ പാർക്കർ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഈ ഒരു പേടകത്തിന് കൊടുത്തിരിക്കുന്ന പാർക്കർ സോളാർ പ്രോബിലെ പാർക്കർ. 1950കളിൽ പാർക്കർ സൗരക്കാറ്റിനെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പലരും അതിനെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്തു. എന്നാൽ പാർക്കർ തൻ്റെ പഠനങ്ങളുമായി മുന്നോട്ട് പോവുകയും സൗരയൂഥത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുകയും ചെയ്തു. നാസ ഈ ദൗത്യം പ്രഖ്യാപിച്ചപ്പോൾ പാർക്കറോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ പേടകത്തിന് നൽകിയത്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഒരു മിഷനും നാസ കൊടുത്തിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് നൽകുന്ന ആദ്യത്തെ ദൗത്യമായി പാർക്കർ സോളാർ പ്രോബ് മിഷൻ മാറി. പേടകം വിക്ഷേപിക്കുമ്പോൾ യൂജിൻ പാർക്കറിന് 90 വയസ്സായിരുന്നു. അറിവിനായുള്ള അന്വേഷണവും അതറിയാനുള്ള നിരന്തരമായ ഉത്സാഹവും വിളിച്ചോതുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എന്തായാലും പാർക്കർ സോളാർ പ്രോബ് എങ്ങനെയാണ് സൂര്യൻ്റെ കഠിനമായ ചൂടിനെയും റേഡിയേഷനെയും അതിജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രോബിനെ സഹായിക്കുന്നത് തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. നമ്മൾ ചിത്രത്തിൽ നോക്കുമ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന പ്രദേശത്ത് ഒരു പ്രത്യേക ഷീൽഡ് കാണാൻ കഴിയും. ഈ സംവിധാനത്തിൻ്റെ പ്രധാന ഭാഗം ഈ കാണുന്ന ഷീൽഡ് അല്ലെങ്കിൽ ഒരു താപ കവചമാണ്. ഭാരം കുറഞ്ഞ കാർബൺ ഫോം കോറും കാർബൺ കോമ്പോസിറ്റ് മെറ്റീരിയൽ പാളികളും ചേർന്നതാണ് ഈ കവചം. 1425 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടിനെ പ്രതിരോധിക്കാൻ ഈ ഭാഗത്തിന് കഴിയും. അതേസമയം പേടകത്തിലെ ഉപകരണങ്ങൾ 30 ഡിഗ്രി സെൽഷ്യസിൽ തൊട്ട് പിറകു ഭാഗത്തായിട്ട് നിലനിർത്താനും സാധിക്കും. എന്ത് വ്യത്യാസമാണോ അല്ലേ? ചൂടിനെ അതിജീവിക്കുക എന്നത് മാത്രമല്ല, സൂര്യനോട് അടുത്ത് സഞ്ചരിക്കുക എന്ന ഒരു വെല്ലുവിളിയും ഈ പേടകത്തിനുണ്ട്. ഇതിനായി അത് ഉപയോഗിക്കുന്നത് ശുക്രൻ്റെ സഹായമാണ്. നമുക്കറിയാം, മറ്റു ഗോളങ്ങളുടെ ഗ്രാവിറ്റി അസിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പേടകങ്ങൾക്ക് വളരെ വേഗത്തിൽ ദിശ മാറ്റാനും സഞ്ചരിക്കാനും സാധിക്കും. ശുക്രൻ്റെ ആകർഷണ വലയത്തിനടുത്തുകൂടി സഞ്ചരിക്കുമ്പോൾ പേടകം അതിൻ്റെ ഭ്രമണപഥം ക്രമീകരിക്കുകയും ഓരോ തവണയും സൂര്യനോട് അടുത്ത് വരുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. എപ്പോഴും സൂര്യൻ്റെ അടുത്തുകൂടി സഞ്ചരിക്കുന്നില്ല. ചില സമയങ്ങളിൽ വളരെ അടുത്തുകൂടി സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യനിൽ നിന്നും പരമാവധി ഡാറ്റ പാർക്കർ സോളാർ പ്രോബ് കളക്ട് ചെയ്യുന്നത്. 2024 ഡിസംബർ 24 പാർക്കർ സോളാർ പ്രോബ് സൂര്യനിൽ നിന്നും വെറും 60 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുകയുണ്ടായി. എത്തി നിൽക്കുകയല്ല, കടന്നു പോകുമ്പോൾ അത്രത്തോളം ക്ലോസ് ആയിട്ട് കടന്നുപോയി. ഇങ്ങനെ പോകുന്ന സമയത്ത് അതിലുള്ള സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഉപയോഗിച്ചുകൊണ്ട് പേടകം സുരക്ഷിതമായി അവിടെ നിന്ന് സിഗ്നലുകൾ അയക്കാൻ ആരംഭിച്ചു. ശാസ്ത്രലോകം ഇതിനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആഘോഷിച്ചത്. കാരണം ഉരുകിപ്പോകാതെ സൂര്യൻ്റെ അടുത്തുകൂടി ഇത്രയും വേഗത്തിൽ ഇത്രയും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷമായിരിക്കും അത്. പാർക്കർ സോളാർ പ്രോബ് ഒരു സാങ്കേതിക അത്ഭുതം മാത്രമല്ല, ഒരു ശാസ്ത്രീയമായിട്ടുള്ള നിധി കൂടിയാണ്. അതിൻ്റെ ആദ്യ യാത്രകളിൽ തന്നെ സൂര്യനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്ന ഒരുപാട് കണ്ടെത്തലുകൾ നമുക്ക് അയച്ചിരുന്നു. സൂര്യൻ്റെ കൊറോണ എന്ന് പറയുന്ന അന്തരീക്ഷ ഭാഗം എന്ന് പറയുന്നത് ഭൂമിയുടെ അന്തരീക്ഷം പോലെയുള്ള ഒരു ഏരിയ അല്ല എന്നും പലതരത്തിലുള്ള വസ്തുക്കളുടെയും സൂര്യൻ്റെ ഭാഗങ്ങൾ തെറിക്കുന്നതിൻ്റെയും ഫലമായിട്ടുള്ള ഉയർച്ച താഴ്ചകളുള്ള ഒരു അന്തരീക്ഷം പോലെ കിടക്കുന്ന പ്രദേശമാണ് എന്നത് കണ്ടെത്തി. ഊർജത്തിൻ്റെ കണങ്ങൾ അലയടിക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ എങ്ങനെയാണ് സൂര്യൻ്റെ അന്തരീക്ഷം വളരെ ചൂട് കൂടുതലായി നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നേടിയെടുക്കാൻ ഈ കൊറോണയെക്കുറിച്ചുള്ള പഠനങ്ങൾ സഹായിക്കും എന്ന് മനസ്സിലായി. മാത്രമല്ല, സൗരക്കാറ്റിലുണ്ടാകുന്ന സ്വിച്ച് ബാക്കുകൾ എന്ന പ്രതിഭാസവും പേടകം പഠിക്കുകയുണ്ടായി. സൗരക്കാറ്റുണ്ടാകുന്ന ദിശയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് സ്വിച്ച് ബാക്കുകൾ എന്ന് വിളിക്കുന്നത്. ഇത് സൗരക്കാറ്റ് എങ്ങനെ രൂപം കൊള്ളുന്നു എന്നും അതിൻ്റെ വേഗത എങ്ങനെ വർദ്ധിക്കുന്നു എന്നും സൂര്യനിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ വീശിയടിക്കുന്നു എന്നതിനെക്കുറിച്ചും സൂചന നൽകുന്നു. സൂര്യൻ്റെ കാന്തിക മണ്ഡലത്തെക്കുറിച്ച് സോളാർ പ്രോബിന് പഠിക്കാനുള്ള എക്യുപ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. കാന്തിക മണ്ഡലം സൗരക്കാറ്റുമായി എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു എന്നും അതിൻ്റെ വേഗത വർദ്ധിക്കാൻ കാന്തിക മണ്ഡലം എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ പഠനങ്ങൾ വെളിച്ചം വീശുന്നു. പ്രധാന ദൗത്യത്തിന് പുറമെ ശുക്രൻ്റെ ഭ്രമണപഥത്തിൻ്റെ പൊടിപടലങ്ങളെക്കുറിച്ചും അതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഈ പേടകത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, നിയോവൈസ് എന്ന വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇത് ഈ ദൗത്യത്തിനിടയ്ക്ക് കളക്ട് ചെയ്യുകയുണ്ടായി. 2024 ഡിസംബർ 24 ഏറ്റവും അടുത്തുകൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഡാറ്റകളുടെ പ്രാധാന്യമാണ് സത്യത്തിൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. മാഗ്നറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രതിഭാസവും അതിൻ്റെ ഹെൽപ്പോടുകൂടി സൗരക്കാറ്റുകൾക്കുണ്ടാകുന്ന മാറ്റവും എനർജി ഡിഫറൻസുകളും പഠിച്ചെടുക്കാൻ ഇപ്പോൾ അവിടെ നിന്ന് അയച്ചിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ ഫർദർ ഇൻഫർമേഷനൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡാറ്റകൾ നമുക്ക് കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവേഷകർ. ഇതിലൂടെ നമ്മൾ നേടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സൗരക്കാറ്റിനെ കുറിച്ച് പഠിക്കുന്നത് ബഹിരാകാശ കാലാവസ്ഥ, അതായത് സ്പേസ് വെതറിനെ കുറിച്ച് പഠിക്കാനും പ്രവചിക്കാനും നമ്മളെ സഹായിക്കും. സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും സൗരക്കാറ്റുകളും ലോകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും അതിനെ പ്രതിരോധിക്കാനും
നമുക്ക് കഴിയും. ഉദാഹരണത്തിന് സുനാമി ഉണ്ടാകുന്നതിന് മുൻപ് നമുക്ക് വാർണിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ പരമാവധി മനുഷ്യജീവനുകളെയും വസ്തുക്കളെയും സംരക്ഷിക്കാൻ കഴിയുന്നത് പോലെ സൗരക്കാറ്റുകൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് സിഗ്നലുകൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പേടകങ്ങളെ താൽക്കാലികമായി ഓഫ് ചെയ്തു വയ്ക്കാനും നമ്മുടെ എനർജി ഗ്രിഡ് സിസ്റ്റങ്ങളെയും GPS-നെയും സുരക്ഷിതമാക്കാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിക്കാനും സാധിക്കും. പാർക്കർ സോളാർ പ്രോബ് സൂര്യനെക്കുറിച്ച് മാത്രമല്ല പഠിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് സത്യത്തിൽ നക്ഷത്രങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന ശക്തികളെക്കുറിച്ചും പഠിക്കാൻ നമ്മളെ സഹായിക്കും. സൂര്യൻ അതിലെ ഒരു മെമ്പർ മാത്രമാണ്. ഒരാളെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലൂടെ നമുക്ക് സൗരയൂഥത്തിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവുകൾ വ്യാപിപ്പിക്കാൻ കഴിയും. നക്ഷത്രങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവ നിലനിൽക്കുന്നതെന്നും അവയ്ക്കുണ്ടാകുന്ന പരിണാമത്തെക്കുറിച്ചും അവയുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നമുക്ക് ഭൂമിയിലിരുന്നു കൊണ്ട് നമ്മുടെ സ്വന്തം സൂര്യനെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു നക്ഷത്രത്തിലേക്കുള്ള മനുഷ്യൻ്റെ ആദ്യത്തെ ചരിത്രപരമായൊരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനിയും ഒരുപാട് തവണ സൂര്യൻ്റെ അടുത്തുകൂടി ഫ്ലൈ ബൈ നടത്തുന്ന സമയത്ത് പാർക്കർ സോളാർ പ്രോബ് ഇനിയും ഇൻഫർമേഷനുകൾ നമുക്ക് തരും. പതിറ്റാണ്ടുകളോളമുള്ള നമ്മുടെ സ്വപ്നത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന റെക്കോർഡുകളും അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനുകളും. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് കാത്തിരിക്കാം. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പും പാർക്കർ സോളാർ പ്രോബും എല്ലാം കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിനെ കൂട്ടുക മാത്രമേ ചെയ്യൂ. നന്ദി.